വാ, ഞാൻ നിനക്ക് ഞങ്ങളുടെ വീടും പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഉം. ഇതിന് വീടെന്നാരും പറയില്ല. ഈ വീടിനിട്ട പേരുണ്ടല്ലോ, അത് തന്നെയാണ് ഇതിന് കറക്റ്റ്. കൊട്ടാരം. വാ, കാണാം ഓരോന്നായിട്ട്. ആ, ശരി. വീടിൻ്റെ ഭംഗി ആസ്വദിച്ച് ചെയ്യും തൻ്റെ വീട്ടിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് മീനുവും നടന്നു. ആ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയാമെന്ന്. ആ, പറയേ. ആദ്യം ഞാൻ എൻ്റെ ഏട്ടന്മാരെക്കുറിച്ച് പറയാം. പറഞ്ഞോളൂ. മീന് പറയുന്നത് കേൾക്കാൻ കാതോർത്ത് ജയും. എൻ്റെ മൂത്ത ഏട്ടൻ, അതായത് ഞങ്ങളുടെ വലിയേട്ടൻ. വലിയേട്ടൻ്റെ പേര് നിനക്കറിയാവോ? ഇല്ല. ആ, അതൊക്കെ ചോദിക്കണ്ടേ? എവിടെ ചോദിക്കാൻ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ മൂത്ത ഏട്ടൻ്റെ പേര് രുദ്രൻ എന്നാണ്. വലിയേട്ടൻ എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുക. വലിയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നടും തൂണ് അത് വലിയേട്ടനാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നതും വലിയേട്ടനാണ്. വലിയേട്ടൻ പറഞ്ഞ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇല്ല, അതാണ് ഫൈനൽ. ഓക്കെ, അതായത് നമ്മളാരും വലിയേട്ടൻ്റെ ഡിസിഷനെ എതിര് പറയില്ല എന്നർത്ഥം. അതായത് വലിയേട്ടന് ഞങ്ങളുടെ ജീവിതത്തിൽ അച്ഛൻ്റെ സ്ഥാനമുണ്ടെന്ന്. മീനു വാദോരാതെ വലിയേട്ടൻ്റെ ഗുണങ്ങളങ്ങ് വർണ്ണിക്കുകയായിരുന്നു. ഇതെല്ലാം കേട്ടാസ്വദിച്ച് ജയും. വലിയേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഈ പെങ്ങൾക്ക് ഭയങ്കര നാവാണല്ലോ. ഇടയ്ക്ക് കയറി ജയ് ഒരു മറുപടി പറഞ്ഞു. അതെങ്ങനെയാടാ? എൻ്റെ 3-ാം വയസ്സിലായിരുന്നു എൻ്റെ അച്ഛൻ്റെ മരണം. അന്ന് മുതൽ അച്ഛനും ഏട്ടനും ഒക്കെ വലിയേട്ടനായിരുന്നു. വലിയേട്ടനും അങ്ങനെ തന്നെയാണ്. വിവാഹം കഴിച്ചിട്ടും കുട്ടികളായിട്ടും വലിയേട്ടൻ്റെ മൂത്ത മോള് ഞാനാ. എനിക്ക് 40 വയസ്സായിട്ടും ഇപ്പോഴും വലിയേട്ടന് ഞാൻ കുഞ്ഞാ. മോളേന്നാ ഇപ്പോഴും എന്നെ ഏട്ടൻ വിളിക്കുക. വല്ലാത്ത സ്നേഹ വലിയേട്ടൻ എന്നോട്. ഇത് പറഞ്ഞപ്പോഴേക്കും മീനുവിന് തൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഏയ്, ഇമോഷണലാവല്ലേടാ? ജയ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ് പോടാ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ, അപ്പോൾ വലിയേട്ടനെ കുറിച്ച് പറഞ്ഞില്ലേ? വലിയേട്ടൻ ബിസിനസ്സായിരുന്നു അല്ലേ? അതെ, വലിയേട്ടനാണ് ഞങ്ങളുടെ സകല ബിസിനസ്സും നോക്കി നടത്തുന്നത്. എല്ലാം ഉണ്ടാക്കിയതും വലിയേട്ടൻ തന്നെയാണ്, എല്ലാം നോക്കി നടത്തുന്നതും വലിയേട്ടൻ തന്നെയാണ്. നല്ല എന്താ പറയുക, കുശാക ബുദ്ധിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ബിസിനസ്സിലൊരു അഗ്രഗണ്യനാണ് വലിയേട്ടൻ എന്നൊരു ചൊല്ലുണ്ട്. എല്ലാം വെട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ ഒരപാരമായ കഴിവുണ്ട് വലിയേട്ടന്. താൻ എന്താണോ ആഗ്രഹിച്ചത് അത് വലിയേട്ടൻ നേടും. അതാ വലിയേട്ടൻ. സൂക്ഷിക്കണം. എന്തിനു സൂക്ഷിക്കണം? അല്ല, എന്തൊക്കെ ആഗ്രഹിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. പോടാ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ലേ. ശരി ശരി, പറയൂ. ഒരേട്ടനെക്കുറിച്ചുള്ള പറഞ്ഞതിന് ഇതാ ഇത്രയായി. ഇനി അടുത്തതിനെക്കുറിച്ച് പറയൂ. ആ, ഞാൻ പറയാം. 2-ാമത്തെ ഏട്ടൻ, അതായത് എൻ്റെ 2-ാമത്തെ ഏട്ടൻ്റെ പേരെന്താ? ദീപക്. ദീപക് ഒരു വക്കീലാണ്. ഓ, അപ്പോൾ നമ്മുടെ ഡിവോഴ്സ് കേസ് ആളെ കൊണ്ട് തന്നെ അവതരിപ്പിക്കാം. എടാ, അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, പുറത്തുനിന്ന് അന്വേഷിക്കണ്ടല്ലോ, നിന്നെ ഞാൻ കൊല്ലും. ഓക്കെ ഓക്കെ, ആ പറ. എന്നിട്ട് അതെന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് വക്കീലായെന്നറിയാവോ നിനക്ക്? എന്തുകൊണ്ടാണ് വക്കീലായ? അതായത് അച്ഛൻ്റെ മരണശേഷം വലിയേട്ടൻ പിന്നെ പഠിത്തത്തോടൊന്നും ഫോക്കസ് കൊടുത്തില്ല. വലിയേട്ടൻ പിന്നെ ബിസിനസ്സിലേക്ക് ഇങ്ങനെ ഇറങ്ങി. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് വലിയേട്ടൻ ഭയങ്കര വാശിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 2-ാമത്തെ ഏട്ടൻ വക്കീലായത്. വക്കീലായതുകൊണ്ട് നല്ല ബുദ്ധിയുണ്ട്. ഏത് കാര്യത്തിനും നിയമം പറയുക എന്നതാണ് എൻ്റെ പ്രത്യേകത. വക്കീലന്മാരാണല്ലോ, അവർ പിന്നെ പഠിച്ചതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായി. പിന്നെ നമ്മളെ അങ്ങ് ചോദിപ്പിച്ച് കുഴപ്പിക്കാൻ അത് വലിയേട്ടനോ എൻ്റെ 2-ാമത്തെ ഏട്ടനെ കൊണ്ട് പറ്റും. അപ്പം ഞാൻ സൂക്ഷിക്കേണ്ട ഒരാൾ അതാണ് അല്ലേ? നിന്നോട് ഇതുവരെ സംസാരിച്ചില്ലല്ലോ? ഇല്ല. നിൻ്റെ ഭാഗ്യം. ഇനിയിപ്പോൾ കെട്ട് കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു തന്നാൽ മതി. ശരി. ഇനി അടുത്ത ആൾ
ആ അടുത്തതാണ് നമ്മുടെ അർജുൻ. അർജുൻ നിനക്ക് പരിചയമില്ലേ? ഉം, ആ നമ്മുടെ ഡയറക്ടർ. ആ അത് തന്നെ ഡയറക്ടർ. ആ ഞങ്ങളെപ്പോലെ പഠിപ്പിച്ച് എന്തൊക്കെ ആക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, എല്ലാവരുടെ തലയിലും ദൈവം ഒരേപോലെ ബുദ്ധി കൊടുക്കില്ലല്ലോ. ഉം, അത് കാരണം പഠിപ്പിച്ചില്ലെന്നല്ല, പഠിത്തം തലയിൽ കയറിയില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് പഠിച്ചിട്ടൊന്നും ആവാനൊന്നും ആളെ കൊണ്ട് പറ്റിയില്ല. അവസാനം ആളൊരു സിനിമ ഡയറക്ടറെ, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ. പിന്നെ സിനിമ ഡയറക്ടറായതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ കുറച്ച് കൂടുതൽ മനുഷ്യപ്പറ്റ് എൻ്റെ ഈ ഏട്ടനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത്യാവശ്യം മനുഷ്യന്മാരുടെ ഒരു എന്താ പറയുക, ഒന്ന് മനസ്സിലാക്കുന്നത് കുറച്ച് കൂടുതൽ അർജുനേട്ടനാണ്. ശരി. അപ്പോൾ ആ ഒരു പവർ ആൾക്കുണ്ട്. അതാണ് പുള്ളിയുടെ ഒരു പവർ. മനസ്സിലായോ നിനക്ക്? മനസ്സിലായി. ഇനിയിപ്പോൾ എൻ്റെ നാലാമത്തെ ഏട്ടൻ സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥേട്ടൻ നീ കണ്ടോ? എൻ്റെ 5 ഏട്ടന്മാരെയും ഞാൻ കണ്ടതാ. ആരാ എന്താന്നിപ്പോൾ എനിക്കറിയില്ലല്ലോ. അത് കറക്റ്റ്. സിദ്ധു ഏട്ടൻ ഡോക്ടറാണ്. സിദ്ധു ഏട്ടൻ കാരണമാണ് ഞാൻ ഡോക്ടറായത്. അതെന്താ? അതായത് ചെറുപ്പത്തിൽ തന്നെ സിദ്ധുവേട്ടൻ്റെ മനസ്സിൽ ഡോക്ടറാവണമെന്നായിരുന്നു ആഗ്രഹം. സിദ്ധുവേട്ടൻ പറഞ്ഞ് കൊതിപ്പിച്ചാണ് ഞാൻ ഡോക്ടറാവാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ചൂസ് ചെയ്യണമായിരുന്നു. പക്ഷേ ആ സിദ്ധുവേട്ടനെ കൊതിപ്പിച്ച് ഞാൻ ഡോക്ടറായി. അങ്ങനെ. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ 2 ഡോക്ടർ. അതെ, ഞങ്ങളുടെ കുടുംബത്തിൽ 2 ഡോക്ടർമാർ. ഇനി അവസാനത്തെ ഏട്ടനാണ് ഇന്ദ്രൻ. നീ പരിചയപ്പെട്ടില്ല? അത് പരിചയപ്പെട്ടതായിട്ട് ഓർമ്മയില്ല. അത് അത്യാവശ്യം നമ്മുടെ ഒരു വൈബ് കിട്ടുന്ന ആളാണ്. ബാക്കി കുറച്ചൊരു കടമ്പിടുത്തുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് എല്ലാവരും പാവങ്ങളാണ്, ശുദ്ധന്മാരാണ്. പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു സംഭവമൊന്നുമില്ല. ഇവർ 5 പേർക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അത് പിന്നെ ഞാൻ അവരുടെ 5 പേരുടെയും ഒരേ ഒരു പെങ്ങളല്ലേടാ, അതിൻ്റെ ഒരു ഇഷ്ടം കാണാതിരിക്കുമോ? അതുമാത്രമല്ല, അച്ഛൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അച്ഛന് പെൺകുട്ടിയാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അമ്മയുടെ ഓരോ പ്രസവവും അച്ഛൻ ഇതെങ്കിലും പെണ്ണാവണേ എന്ന് പ്രാർത്ഥിച്ച നടന്നുപോയത്. പക്ഷേ ദൈവം അത് നൽകിയത് 6ാമതായിപ്പോയി. അത് പിന്നെ അമ്മയുടെ അവസാനത്തേതും. അത് കണ്ട് ഒരുപാട് ആസ്വദിക്കാനുള്ള ഭാഗ്യവും ദൈവം നൽകിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയതാണ് എന്നെയെന്ന് ഇടയ്ക്കെങ്കിലും ഏട്ടന്മാരും അമ്മയൊക്കെ പറയാറുണ്ട്. അച്ഛൻ്റെ ആ ഒരു സ്നേഹവും വാത്സല്യവും കൂടി എനിക്ക് തരാൻ വേണ്ടി അവരെല്ലാവരും എന്നെ അങ്ങ് മത്സരിച്ച് സ്നേഹിക്കുക. ഞാൻ ആ സ്നേഹത്തിൽ അതിലങ്ങ് വളർന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം അല്ലേ? അതേടാ, ഇതൊക്കെയാണ് എൻ്റെ ഒരു ഫാമിലി. അപ്പോൾ ഇനി നീ പറ നിൻ്റെ ഫാമിലിയെക്കുറിച്ച്. അല്ല, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് വേറെ ഒരാളെ കുറിച്ച് നീ പറയണ്ടേ? വേറെ ഒരാളോ? അതാരടാ? അല്ലടാ, നിൻ്റെ ആദ്യ ഭർത്താവ്, മകൾ, അവരെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ജയ് പ്ലീസ്, എനിക്കൊരിക്കലും പറയാൻ താല്പര്യമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നീ ഒരിക്കലും ചോദിക്കരുത്. ഐ എം സോറിടാ, റിയലി സോറി. ഞാനെൻ്റെ ലൈഫിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു ദുസ്വപ്നം, അത് മാത്രമാണ് എനിക്ക് ആ പേരും ആ ജീവിതവും. ഓക്കെ, ഐ എം സോറിടാ. അത് വിടാം, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാനെന്താ പറഞ്ഞോണ്ടിരുന്നേ? എൻ്റെ അമ്മയെക്കുറിച്ച്. അമ്മയെ കണ്ടില്ലേ? പാവമല്ലേ ആള്? പാവം. എനിക്കതൊക്കെ കണ്ടപ്പോൾ തന്നെ തോന്നി, ആടാ ഭയങ്കര പാവ. ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് സ്വന്തമായിട്ട് ജീവിക്കാൻ മറന്നതുപോലെ അല്ലേ? അമ്മയ്ക്ക് ബോറടിക്കണമെന്ന് വെച്ച് ഏട്ടൻ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു തുണിക്കട ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഇൻചാർജൊക്കെ ആയിട്ട് ബോറടി മാറാതെ പോകുന്നു. അങ്ങനെ. അപ്പം അമ്മയും ബിസിനസ്സുകാരിയാണ്. ബിസിനസ് എല്ലാവർക്കും ഉണ്ടടാ.
എല്ലാവരും അവരുടേതായ ഒരു മേഖല ചൂസ് ചെയ്തു എന്ന് മാത്രം. ഇന്നത്തെ കാലത്ത് പിന്നെ അതൊരു രസം അല്ലേ? അപ്പോൾ ഡോക്ടറല്ലാതെ ആൾക്ക് വേറെ വല്ല ബിസിനസ് ഉണ്ടോ? അയ്യോ, എൻ്റെ കാര്യമാണോ? എൻ്റെ കാര്യമില്ല. എൻ്റെ ഏട്ടൻ്റെ നിർബന്ധപ്രകാരം മാത്രം ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചത്. അല്ലാതെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. രണ്ടും ഏട്ടൻ്റെ വാശിക്കാണ് ചെയ്തത്. ആ ഫീൽഡ് എനിക്കേട്ട സെറ്റാവില്ല. എനിക്ക് ഡോക്ടറാവണം. ഒരുപാട് പേഷ്യൻസ്, ഒരുപാട് പേരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നൽകാൻ പറ്റണം. അതെൻ്റെ ആഗ്രഹം. മുറിവേൽക്കുന്ന ഹൃദയത്തിന് ഒരാശ്വാസം അല്ലേ? ഒരു പുണ്യപ്രവൃത്തി, അതല്ലേ ഡോക്ടർ? അതെ, ആ രീതിയിലാണ് സേവനമെങ്കിൽ അതൊരു പുണ്യപ്രവൃത്തിയാണ്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? ഹേയ്, ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി നീ പറ, നിന്നെക്കുറിച്ച് പറ. എന്തൊക്കെയാണ് നിൻ്റെ കാര്യങ്ങൾ? നിങ്ങൾ എത്ര മക്കളാ? ആ, ഇതൊക്കെ തന്നെയാണ് എൻ്റെയും ജീവിതം. ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഏയ്, ഇതിൻ്റെ നേരെ വിപരീതം എന്ന് പറയാം. നേരെ വിപരീതമോ എന്ന് വെച്ചാൽ, നിൻ്റെ ജീവിതത്തിൽ എല്ലാവർക്കും പറയാൻ ബിസിനസ്സും കാര്യങ്ങളും ജോലിയൊക്കെയല്ലേ? എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? എൻ്റെ ജീവിതം 15 വയസ്സ് വരെ നല്ല അടിപൊളിയായിരുന്നു. കാരണം അച്ഛൻ പ്രവാസിയായിരുന്നു. ഓ, അങ്ങനെ. പിന്നീട് അങ്ങോട്ട് ഒന്നും പറയാനില്ല. പിന്നീട് ഒരു സെക്കൻഡ് പോലും ഓട്ടം നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഓടുക. ഇതാണ് അവസ്ഥ. പോരെ? ഇതിൽ കൂടുതൽ നിങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ടോ? എനിക്കൊന്നും മനസ്സിലായില്ല. ശരി, പറഞ്ഞുതരാം.